ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പെരുന്നാൾ ദിവസത്തെ വീഡിയോ കേട്ടോ. ഒരുപാട് ദിവസം താമസിച്ചു പോയെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എടുത്ത സ്ഥിതിക്ക് ഞാനിതിവിടെ അപ്ലോഡ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ അവൾ രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ചായ കൂടി കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അവൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ കയറിയപ്പോൾ തൊട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ എടുത്തു തുടങ്ങിയത്. അപ്പോൾ പിള്ളേർക്ക് എന്തോ വെള്ളം കലക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മച്ചി എന്തോ പൈനാപ്പിളിൻ്റെ എന്തോ ഫ്ലേവർ ആട്ടോ, അത് അവിടെ നിന്ന് അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അവളപ്പോൾ ഇന്ന് വെക്കണത് മജ്ബൂസാട്ടോ. അപ്പോൾ അമ്മച്ചിക്ക് അതങ്ങനെ ഇത്ര മിക്സാക്കി ഉണ്ടാക്കണ അമ്മച്ചിക്ക് അത്ര താല്പര്യമില്ല, ഇഷ്ടമില്ല. കഴിക്കും, എന്നാൽ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ കുറച്ച് വെള്ള റൈസ് മാത്രമായിട്ടും വെക്കുന്നുണ്ട്, പിന്നെ ബാക്കി മജ്ബൂസും വെക്കുന്നുണ്ട്. എനിക്കിഷ്ടമാട്ടോ, എനിക്ക് എങ്ങനെ തന്നാലും ഇഷ്ടമാണ്. ഞാൻ എന്ത് ഫുഡാണേലും കഴിക്കും കേട്ടോ. എനിക്കങ്ങനെ കഴിക്കാത്ത ഒരു സാധനം എന്ന് പറയാനില്ല. എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവൾ നേരെ തിരിച്ചട്ടോ. അവൾക്ക് ഈ നോൺ വെജ് അങ്ങനെ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പണ്ടും അവൾ ചോറൊന്നും അങ്ങനെ തിന്നൂല കേട്ടോ. അവൾ തിന്നണത് ചോറ് കഴിക്കും, പക്ഷെ അതിൻ്റെ കൂടെ എല്ലാ കറികളൊന്നും കൂട്ടൂല. അതുപോലെ കുറച്ചൊക്കെ ചോറ് കഴിക്കുള്ളൂ. അവളുടെ മെയിനായിട്ടുള്ള ആഹാരം കൂടുതലും മിക്സർ. എപ്പോൾ നോക്കിയാലും മിക്സർ, അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. അതും ഒത്തിരി ഹെവി ആയിട്ട് അങ്ങനെയൊന്നും അല്ല, കുറേശ്ശെയൊക്കെ. നല്ല മെലിഞ്ഞ് ക്ഷീണിച്ചിട്ട് അവൾ ഇരുന്നത് കുഞ്ഞിലെയൊക്കെ. അജിത്ത് ഇപ്പോഴും പറയും അത്. അജിത്ത് ആദ്യം കാണുമ്പോൾ അവൾ എന്ത് മെലിഞ്ഞിരുന്നത്, ആ ചെറിയൊരു കൊച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും കേട്ടോ. അപ്പോൾ മാളുക്കുളു ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. അവളുടെ രാവിലത്തെ ഫുഡ് അവൾ കഴിക്കണേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരുണ്ടായിട്ട് എൻ്റെ കൊച്ച് കണ്ടോ അമ്മച്ചീനെ സഹായിക്കണേ. അവിടെ ഇരുന്ന് പുട്ടെടുത്ത് കൊണ്ട് കൊടുക്കും കേട്ടോ അടുക്കളയിൽ. എന്തോ ആരും പറഞ്ഞിട്ടും അല്ല കേട്ടിട്ടും അല്ല, എന്തോ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനത് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ആ സവാളയൊക്കെ ഞാനാട്ടോ അരിഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് അവൾ അരിയാൻ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അരിഞ്ഞ് തരാടി, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വാങ്ങിച്ച് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, സവാള തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി അവൾ കഴുകി വാരിയത്, അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി വാരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എണ്ണയില്ലേ, ആ എണ്ണ തന്നെയാണ് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. അതിലേക്ക് സവാളയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിതുണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് പക്ഷേ ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഈ സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ ഫുഡ് ഏതുണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലകളാട്ടോ അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഫുൾ ടൈം അവിടെ നിന്നിട്ടില്ല കേട്ടോ, ഞാൻ പോകും വരും അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്, മൂപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേ കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയില അരിയാനെങ്ങാണ്ട് പോയായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. കണ്ടോ, ഞാൻ മാറിയിട്ട് വന്നപ്പോൾ അടുത്തതായിട്ട് തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. വേറെ അങ്ങനെ ചേരുവകളൊന്നും ചേർത്തതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നും എടുക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. പിന്നെ അവൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മാറിപ്പോയിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിയൊക്കെ എടുത്തിട്ട്, അരി എടുക്കുന്ന പാത്രത്തിൽ തന്നെ അളവൊക്കെ ഉണ്ട് കേട്ടോ. അളവനുസരിച്ച് അതിനുള്ള വെള്ളമൊക്കെ എടുത്തേക്കണേ. അതൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ അളന്നെടുത്ത് വെച്ചിട്ടാണ് അവൾ അരിയും കൂടി അതിനകത്തേക്ക് ഇട്ട് മിക്സാക്കി എടുക്കണത്. അപ്പോൾ നമ്മളെപ്പോൾ ഇങ്ങനത്തെ ബിരിയാണി ആദ്യമൊക്കെ നമ്മൾ വെക്കുമ്പോൾ വലിയ നീളമുള്ള റൈസില്ലേ, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെപ്പോൾ വെച്ചാൽ ഈ ചെറിയ അരി, ഇപ്പം കഴിച്ച് ഇപ്പോൾ ഇതാട്ടോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഇപ്പോൾ എന്ത് നമ്മൾ മജ്ബൂസോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്തുണ്ടാക്കിയാലും ഇപ്പോൾ ഈ ചെറിയ അരി തന്നെ ഉപയോഗിക്കണേ. നേരത്തെയൊക്കെ വളരെ നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മളെപ്പോഴും വീട്ടിൽ ആ വലിയ നീളമുള്ള അരിയില്ലേ, അതായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനല്ലേ കൂടുതൽ കുറച്ചും കൂടെ ഒരു മണവും അതുമൊക്കെ ഈ അരിക്ക് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് അരി കുറച്ച് നേരം ഇട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ ആ മിക്സിനകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ കുറച്ചൊന്ന് വലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ അവൾ അളന്ന് മാറ്റി വെച്ചിരുന്ന, അതായത് അരി എടുത്ത പാത്രത്തിലേക്ക് തന്നെ അളന്ന് എടുത്ത് വെച്ചിരുന്ന വെള്ളമാട്ടോ, ആ വെള്ളവും കൂടി അതിനകത്തേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിക്കോ നെയ്ച്ചോറിനോ ഒക്കെ ചേർക്കുന്ന അത്ര ക്വാണ്ടിറ്റിയിലൊന്നും നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ആദ്യമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ കൂടെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലയും നമ്മൾ ഈ സമയത്ത് ചേർത്തിട്ടില്ല കേട്ടോ.
അതിനിപ്പം നാരങ്ങ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ നാരങ്ങ ആ കുരു കളഞ്ഞിട്ടാണ് പിഴിഞ്ഞ് ചേർക്കണേ കേട്ടോ. നാരങ്ങ ഇതിനകത്തേക്ക് പിന്നെ ചിക്കൻ ക്യൂബൊക്കെ ചേർക്കും എന്ന് തോന്നണം കേട്ടോ. ഇന്നിപ്പം നമ്മുടെ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ദേ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൊണ്ടും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ട് ഇനി അത് മൂടി വെച്ച് വറ്റിച്ചെടുക്കുകയോ ചെയ്യണം കേട്ടോ. അവൾ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് പാകം നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് അവൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചേക്കണേ. എല്ലാ പെരുന്നാളിലും തന്നെ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണത്. നമ്മൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകും. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, സിനുക്കുട്ടനും റംസിയും അവരുടെ അടുത്ത് പോകും. അവരുടെ വീട്ടിൽ ഇപ്പോൾ അവർ മാർത്തമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. നമ്മുടെ ഈ കുമ്മങ്കല്ലിൽ നിന്ന് കുറച്ച് ദൂരം പോകാനേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് സ്കൂട്ടർ എടുക്കുന്നില്ല, ബസ്സിന് പോയിട്ട് വരാം, പിള്ളേരെ ആരെയും കൊണ്ടുപോകണ്ട, ഞങ്ങൾ തന്നെ പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. അപ്പോൾ അത് ആ മൂടി വെച്ച സാധനം ഒന്നോടെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചേക്കുക. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അവൾ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അതേ ഫ്രണ്ടിലേക്ക് ഒന്ന് വന്നതാട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്താണേലും കൊള്ളാം, മഴയും ചെളിയും ഒന്നുമില്ല, നല്ല വെയിലുണ്ട്, നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ തന്നെയും നമുക്ക് മഴയും കുടയൊക്കെ ആയിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അത് വന്ന് നോക്കിയപ്പോൾ കൊച്ചിന് ചെരുപ്പുണ്ടെങ്കിലും കൊച്ചെപ്പോഴും വലിയ ചെരുപ്പിടാനാണ് കേട്ടോ കൊച്ചിന് ഇഷ്ടം. അപ്പോൾ അവളുടെ ഹീലുള്ള ഷൂസ്, അതും പ്രത്യേകിച്ച് ഷൂസ്, അപ്പോൾ ആ കൂടെ കിടന്നതിൽ അവളുടെ ഹീലുള്ള ഷൂസ് നോക്കി എടുത്തിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മജ്ബൂസൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായി നേരെ ദേ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഫില് ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ ഇവിടുന്ന് വേറൊരു സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ അഫില് ഞങ്ങളുടെ കൂടെ പുറകെ സൈക്കിളുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിനും വന്നു, അവൻ സൈക്കിളിനും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സിനുവിനും റംസിക്കും കിട്ടിയ സമ്മാനങ്ങളാട്ടോ. നന്നായിട്ട് പഠിക്കും കേട്ടോ രണ്ടുപേരും. പഠിത്തത്തിന് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കൂടെ കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് ആയിരിക്കുന്നത് മൊത്തം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സിനുക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. റംസിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫുഡ് കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആൻറ്റിയും കിടക്കുമായിരുന്നു. പിന്നെ അവരൊക്കെ എഴുന്നേറ്റു, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ ചോറൊന്നും കഴിക്കാൻ നിന്നില്ല, അവിടെ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല, കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആൻറ്റി സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല പായസമായിരുന്നു കേട്ടോ. ഞാനത് ഒരു ഗ്ലാസ് കുടിച്ചു. അവൾക്ക് സേമിയ പായസം ഇഷ്ടമല്ല കേട്ടോ, അവൾ ശർക്കര പായസമൊക്കെ കുടിക്കുകയുള്ളൂ. സേമിയ പാലിൻ്റെ ഒക്കെ ഒന്നും അവൾക്ക് അത്ര താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇടവെട്ടി വനം, അവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ വനം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് പോകാനും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കാനൊക്കെ പാകത്തിന് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ എന്നൊക്കെ പറയുന്ന കേൾക്കാം. ഇങ്ങനെ പല റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും അടുത്ത് കിടന്നിട്ടും ഇത്രയും നാളും നമ്മളിങ്ങോട്ടൊന്നും വന്നിട്ടില്ല. എന്നാൽ പിന്നെ ഇന്നങ്ങ് പോയി നോക്കിയേക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. ഞാനും റംസിയും സൂഫിയും കൂടി മാർത്തോമായിന്ന് ഇടവെട്ടിയിലേക്ക് കുറച്ച് ദൂരമുള്ളൂ, ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുള്ളതേ ഉള്ളൂ. ഞങ്ങളപ്പോൾ നടക്കാൻ ഒരു രസമല്ലേ, പിള്ളേരെ ഒന്നും എടുക്കാനില്ലല്ലോ എന്നും കരുതി ഞങ്ങളങ്ങനെ 3 പേരും കൂടി നടന്നങ്ങ് വന്നു. സിനു പിന്നെ ബൈക്കിൽ വന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫിലും സൈക്കിളിന് വന്നോളും. അപ്പോൾ ഈ ഇടവെട്ടിയിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ താമസിച്ചതാണ്. ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ താമസിക്കുന്ന ഒരു 16 17 കണ്ട് വീട്ടിലാട്ടോ ഞാനൊക്കെ ജനിച്ചത്. പിന്നെ കാരണം അത്തൊക്കെ നേരത്തെ സ്ഥലക്കച്ചവടം ആയതുകൊണ്ട് എപ്പോഴും വീട് മാറില്ലായിരുന്നു പരിപാടി. അപ്പോൾ അങ്ങനെ ഒരുപാട് വീടുകൾ നമ്മൾ മാറിയിട്ടുണ്ട്. ആ കാണുന്ന വഴി അങ്ങ് പോകുമ്പോൾ അവിടെയായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ സീനത്താനിയുടെ കല്യാണവും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കനാലിലൊക്കെ നമ്മൾ ഒരുപാട് കുളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെയായിരുന്നു കുളിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കനാൽ അപ്പടി വേസ്റ്റായിട്ട്, ഇപ്പോൾ വെള്ളമില്ലാത്ത സമയം ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പടി വേസ്റ്റൊക്കെ ആയിട്ട് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടരികിലും റോഡും വഴിയും ഉണ്ട്, ആൾക്കാർ താമസിക്കുന്ന ഏരിയയും കൂടെ കേട്ടോ. ഇതിനുള്ളിലേക്ക് കുറച്ച് ഭാഗമാണ് ഈ വനം പോലെയുള്ള ഏരിയ. അപ്പോൾ അവിടെയും വീടുകളൊക്കെ ഉണ്ട്, 2 സൈഡിലും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കനാലിലെ വെള്ളം ഇല്ലാത്ത സമയത്ത് ആ വനത്തിൻ്റെ അപ്പുറം ഒരു തോടുണ്ട് കേട്ടോ, അവിടെ നമ്മൾ കുളിക്കാനൊക്കെ പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ഓർമ്മകളും ഇപ്പോഴും ഓർക്കുമ്പോൾ സുഖമുള്ള നല്ല ഓർമ്മകൾ, സന്തോഷമുള്ള ഓർമ്മകളാട്ടോ ആ സമയമൊക്കെ. കാരണം നമുക്ക് വേറെ വലിയ വലിയ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കളിച്ച് ചിരിച്ചിങ്ങനെ നടക്കുന്ന സമയം. അതുമല്ല അന്ന്
എപ്പോഴും ഞങ്ങൾ പറയും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഞാനൊക്കെ ഓർക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. എല്ലാവർക്കും അതായിരിക്കും നമ്മുടെ ആ സമയം മതിയായിരുന്നു, ആ കാലം മതിയായിരുന്നു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ വികസനവും പുരോഗമനവും ഒക്കെ നല്ലതാണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അത്ര ആ സമയത്തുള്ള ജീവിതവും ആ കാലഘട്ടവും അതൊക്കെയാട്ടോ എനിക്കൊക്കെ ഇഷ്ടം. അപ്പം ഞങ്ങൾ സ്നാക്സും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. വെള്ളവും കടലയോ ഏതാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇച്ചിരി സമയം ഇത്രയും ദൂരം നടന്നു വന്നില്ല, അപ്പോൾ ഒരു കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും നടക്കുന്നത്. അപ്പോൾ ഞാൻ നടക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ഈ ഫോണേ ഉള്ളൂ വീഡിയോ എടുക്കാൻ. അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരേ ഒരു കമൻറ്റൊക്കെ വരാറുള്ളൂ എൻ്റെ വീഡിയോയ്ക്ക്, ഇങ്ങനെ ഒന്നിലും ഒരിടത്ത് നിന്നെടുക്കുക അല്ലെങ്കിൽ നല്ല ഫോൺ മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെങ്കിലും നല്ലൊരു ഫോൺ മേടിക്കാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല. അപ്പോൾ ഉള്ള ഫോൺ വെച്ച് എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട്, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്താണെങ്കിലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനിതിങ്ങനെ ചെയ്യുവാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പണി തുടങ്ങിയിട്ട് ഇതങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇനിയിപ്പോൾ വരുമോ അതോ പകുതി വഴിക്ക് വെച്ച് നിന്നു പോകാനൊന്നും എനിക്കറിയത്തില്ല. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു വഴിയൊക്കെ പണിതിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ. പക്ഷേ ഇവിടെ പേടിക്കാനൊന്നും സത്യം പറഞ്ഞില്ല കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ ഈ കാണുന്ന ഇത്രയും ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ ഏരിയയിലേക്കൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ വരാത്ത സ്ഥലമൊന്നും അല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണേലും അന്നൊക്കെ അപ്പോൾ ഈ ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ അത്താടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത്താടെ അമ്മാനെ ഞങ്ങൾ പുല്ലമ്മ എന്നാട്ട് വിളിക്കുന്നത്. പണ്ട് പശു ഉണ്ടായിരുന്നു, അപ്പോൾ പുല്ലിന് പോകുന്നത് കൊണ്ട് അങ്ങനെ എങ്ങാണ്ട് എൻ്റെ ഓർമ്മയിൽ എനിക്കില്ല എങ്ങനെ വിളിച്ച് ശീലിച്ചതെന്ന്. പക്ഷേ ഞാനും അവളും പുല്ലമ്മ എന്നാണ് വിളിക്കുന്നത്. ഓരോരുത്തർ അത്താടെ അനിയന്മാരുടെ പിള്ളേർ വേറെ പേരെ വിളിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ മക്കളും ഓരോ പേരാട്ടോ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ പുല്ലമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം അത്താടെ മൂത്ത പെങ്ങളുണ്ടായിരുന്നു, അത് മരിച്ചു പോയി ഇപ്പോൾ. അപ്പോൾ പുല്ലമ്മയും കുപ്പായും ഫാത്തിമ എന്ന പേര്, പാത്തുക്കുപ്പ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ കൂടുതലായിട്ട് ഞങ്ങളിങ്ങനെ ഈ വനം ഏരിയ കടന്ന ശാസ്താംപാറയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉള്ളപ്പോഴൊക്കെ പോയതും നടന്നതും അതൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല രസമായിരുന്നു ആ സമയമൊക്കെ എന്ന് പറയുന്നത്. എന്നാ പറയണ്ടേ, ഇപ്പം വണ്ടിയിലൊക്കെ പോയാലും ഈ എത്ര ടൗൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോയാലും കിട്ടാത്ത സന്തോഷം അതൊക്കെ സത്യം പറഞ്ഞാൽ. ഇവിടെ പിന്നെ ഈ വീട് കിടക്കുന്ന മരത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് റംസ് പറഞ്ഞു. പക്ഷെ ആ മരം സത്യം പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കുതിർന്ന് ആകെ നാശമായിട്ട് കിടക്കുക. അറിയാത്തവരൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, ഈ മരം അല്ലാട്ടെ ഇതിൻ്റെ മുന്നേ ഒരു മരം ഉണ്ടായിരുന്നത്. ഇതിന് അത്യാവശ്യം ബലമുണ്ട്, പക്ഷെ നമ്മളതിലൊന്നും കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. മക്കളൊക്കെ ഉള്ളതാണ് നമുക്കതുകൊണ്ട് ആ സാഹസത്തിലൊന്നും മുതിരണ്ടാന്ന് പറഞ്ഞു. ഇതേ കണ്ടോ, അവിടെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൂടെ കുറേ ആടുകളെ, ആ വീട്ടുകാരുടെ ആണെന്ന് തോന്നുന്നു, കുറേ ആടുകളെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഫാമിലി ആയിട്ടും അല്ലാണ്ടും കുറേ ചെക്കന്മാരും അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ടായിരിക്കും, അവധി ദിവസം ആയതുകൊണ്ടായിരിക്കും, അല്ലാണ്ടും അവിടെ ഇങ്ങനെ ഒരുപാട് പേരൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മളാദ്യമായിട്ട് പോണേന്നുള്ളൂ. റംസിയും സീനും ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എല്ലാ സ്ഥലത്തെയും പോലെ അവിടെയും പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും ഒക്കെ ഇട്ട് നശിപ്പിച്ചിട്ടിട്ടുണ്ട് ആൾക്കാർ. കാണുന്ന വേസ്റ്റ് കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് നാളെങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആയിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും തന്നെ അവിടെ കുറേ വേസ്റ്റുകളും സാധനങ്ങളും ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ കൊതുക്, ഭയങ്കര കൊതുകാട്ടോ. കൊതുക് കടി കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ നിവൃത്തിയില്ല, അത്രയ്ക്ക് കൊതുക് അവിടെ. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ നടന്ന് പോയി കണ്ടു, ആ ഒരു സന്തോഷം അത്രേ ഉള്ളായിരുന്നു. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഏരിയയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. അവിടെ കുറേ ആൺപിള്ളേരും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു, ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. കൊതുക് കടി കൊണ്ട് ഇരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. സിനു റംസിയും കൂടി ബൈക്കിൽ കയറി ആ വഴിക്കും പോയി. ഞാനും സൂഫിയും കൂടി നടന്നു. അഫ്ലു സൈക്കിളിനുമായിട്ട് ഞങ്ങൾ ഈ വഴിക്കും വന്നു. അപ്പം ഞങ്ങൾക്ക് ഇനി തിരിച്ച് മാർത്തോമ വഴിക്ക് പോകണ്ട, ഞങ്ങൾക്ക് ഇതുവഴി തന്നെ വന്ന് കനാലിൻ്റെ അവിടെ വന്നിട്ട് മെയിൻ റോഡിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഞാൻ പതിവ് പോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ചായയും അവൾ നാരങ്ങ വെള്ളവും അഫ്ലു ഒരു ജ്യൂസും ഒക്കെ കുടിച്ച് പിള്ളേർക്ക് മിഠായിയും ഒക്കെ വാങ്ങി.
വാങ്ങിച്ചിട്ട് നമ്മളിതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി 2-3 പ്രാവശ്യം വിളിച്ചായിരുന്നു. കൊച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റു, പിന്നെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ അതുമല്ല, ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് അനിയൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം കറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാനും നിന്നില്ല. ഞങ്ങൾ ആ വഴി ഇങ്ങ് നടന്ന് പോരുക ചെയ്തേ കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഇറച്ചിയൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി അതെല്ലാം വൃത്തിയാക്കി കഴുകി എല്ലാം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ, അമ്മച്ചി തന്നെ ഈ പണിയൊക്കെ ചെയ്യാറ്. ഞങ്ങൾ വളരെ ചുരുക്കമൊക്കെ ഈ പരിപാടിക്ക് കൂടി കൊടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.